എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയിൽ നിന്നും 2 നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. സ്ഥിര ജോലിയാണ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആർമഡ് കോപ്സിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് സൈസ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. 12 വേക്കൻസി ഉണ്ട്. EWS, OBC, ST കാൻഡിഡേറ്റ്സിന് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 16 മുതൽ 56,900 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അലവൻസും കാരണം ലഭിക്കുന്നതാണ്. സ്ഥിര ജോലിയാണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. അതിന് ഡ്യൂട്ടി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 25 വയസ്സ് വരെയാണ് EWSന്റെ ഏജ് ലിമിറ്റ്. OBCക്ക് 28 വയസ്സ് വരെയും ST കാൻഡിഡേറ്റ്സിന് 30 വയസ്സ് വരെയും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ അയക്കുന്ന ഓഫ്ലൈനായിട്ടാണ്. ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത ഇന്ത്യൻ ആർമിയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ വേക്കൻസിയാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. +2 ആണ് ക്വാളിഫിക്കേഷൻ. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 18 മുതൽ 25 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്കും ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. 2 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. താങ്ക്